ദുരന്തത്തിന്റെ കണ്ണീരോർമ്മകളെ മൈലാഞ്ചി ചോപ്പ് കൊണ്ട് തോൽപ്പിക്കുകയാണ് ഈ 18-കാരി. മുണ്ടക്കൈ സ്വദേശിനിയായ നസ്ല ഷെറിനാണ് ദ ഹെന്നൈസ്റ്റ് എന്ന ബ്രാൻഡിൽ മൈലാഞ്ചി വിൽക്കുന്നത്. ഉരുൾപൊട്ടൽ ദിവസം മുണ്ടക്കൈയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു നസ്ല. ഉറ്റവരായ കുറേ പേരെ നഷ്ടപ്പെട്ടു. വീട് തകർന്നു. കൽപ്പറ്റയിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലാണ് നസ്ലയെ സംരംഭകയാക്കിയത്. എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ മൈലാഞ്ചി ഇടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഇതൊരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഒരു വരുമാന മാർഗ്ഗം ആവും എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചെറുപ്പം മുതൽ മൈലാഞ്ചിയോടുള്ള ഇഷ്ടമാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ പ്രേരണയായത്. ഓൺലൈനിലാണ് കൂടുതൽ വിൽപ്പനയും. നമ്മൾ ഇൻസ്റ്റ വഴി, പിന്നെ വാട്സപ്പ് ഉണ്ട്, ബിസിനസ് വാട്സപ്പ്, അതുവഴിയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് വന്ന് വാങ്ങാം. ഇവിടെ സാധനം ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട്. കുടുംബം പിന്തുണയുമായി ഒപ്പം നിന്നു. പല ദിവസങ്ങളിലും അർദ്ധരാത്രി വരെ നീളും മൈലാഞ്ചി നിർമ്മാണം. പഠനത്തോടൊപ്പം തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് +2 വിദ്യാർത്ഥിനിയായ നസ്ലയുടെ ആഗ്രഹം. പറ്റുമെങ്കിൽ ഒരു കട തുടങ്ങണം. അതിലൂടെ കുടുംബത്തെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കണം. മാതൃഭൂമി ന്യൂസ്, വയനാട്. വയനാട്ടിൽ നിന്നും കമൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. കമൽ, അതിജീവനത്തിന്റെ ഓരോ കഥകൾ പലപ്പോഴും കമൽ ഇങ്ങനെ പറയുമ്പോൾ അത് സന്തോഷത്തോടു കൂടി കേട്ട് നിന്നിട്ടുണ്ട്. ഉയർന്നു വരികയാണ് ആ ഓരോ ജനതയും. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നസ്ലയുടെ കാര്യം കൂടി പറയാൻ പോകുന്നത് അല്ലേ? എന്തായാലും മിടുക്കിയാണ്. സ്വന്തമായിട്ട് പണ്ട് മുതലുള്ള ആഗ്രഹമാണ്, എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ മുണ്ടക്കൈക്കാർക്ക് സ്വന്തമായിട്ടൊരു മൈലാഞ്ചി ബ്രാൻഡ് കൂടി ഇറക്കിയിരിക്കുകയാണ് നസ്ല. എങ്ങനെയുണ്ട് നസ്ലയുടെ മൈലാഞ്ചി നിർമ്മാണവും അത് എങ്ങനെ മുന്നിലേക്ക് പോകുന്നു, ആ കച്ചവടവും നസ്ലയെക്കുറിച്ചും പറയൂ. നസ്ല ഷെറിൻ വിപണിയിലെത്തിക്കുന്ന ഈ മൈലാഞ്ചിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം ജൂലൈ 30-ന് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മുണ്ടക്കൈയിലെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു നസ്ല. അന്ന് ഒരുപാട് ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടു. വീട് തകർന്ന താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ കൽപ്പറ്റയിലെ തുർക്കിയിൽ വാടക വീട്ടിലാണ് ഇപ്പോൾ നസ്ല ഷെറിനും കുടുംബവും താമസിക്കുന്നത്. ഈ മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ സർക്കാർ വാടക വീടൊക്കെ ഒരുക്കി കൊടുത്തെങ്കിൽ കൂടി കുടുംബത്തിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ തീരുമാനിച്ചിരുന്ന പിതാവ് വീണ്ടും ഗൾഫിലേക്ക് പോയി ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴാണ് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നസ്ലയ്ക്ക് തോന്നിയത്. +2 വിദ്യാർത്ഥിനിയാണ്. ആ പഠനത്തോടൊപ്പം എങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്നതായിരുന്നു ആലോചന. ഈ മൈലാഞ്ചി ചെറുപ്പത്തിലേ നസ്ലയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് മൈലാഞ്ചി ഉണ്ടാക്കി വിപണിയിലെത്തിച്ചാൽ എന്താണ് എന്നൊരു ചിന്ത വന്നത്. അങ്ങനെയാണ് ദ ഹെന്നൈസ്റ്റ് എന്ന ബ്രാൻഡ് നെയിമിൽ മൈലാഞ്ചി ഉണ്ടാക്കി വിൽപ്പന തുടങ്ങിയത്. ഓൺലൈനിലാണ് കൂടുതലും വിറ്റുപോകുന്നത്. കുറച്ചുപേരൊക്കെ അറിഞ്ഞ വീട്ടിൽ വന്നും വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു നസ്ല. ഒരു കട തുടങ്ങണം, അങ്ങനെ കൂടുതൽ ഒരു സാമ്പത്തിക ഭദ്രതയിലെത്തി കുടുംബത്തിന് ഒരു താങ്ങാവണം എന്നതാണ് പ്രധാന ആഗ്രഹം. എന്തായാലും ആ നസ്ലയുടെ ഈ മൈലാഞ്ചിക്ക് ഒരു അതിജീവനത്തിൻ്റെ കടും ചുവപ്പാണ്. നമ്മൾ മുണ്ടക്കൈ മേഖലയിലുള്ളവരുടെ അതിജീവനത്തിൻ്റെ ഒരുപാട് കഥകൾ തത്സമയത്തിൽ തന്നെ പറഞ്ഞതാണ്. ബെയിലി ബാഗിനെ കുറിച്ചും അതുപോലെ അവിടെ നിന്നുള്ള മറ്റ് അതിജീവനത്തിനുള്ള ശ്രമങ്ങൾ, നൗഫലിൻ്റെ ചായക്കടയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോഴിതാ നസ്ല ഷെറിൻ എന്ന 18-കാരി അതിജീവനത്തിന്റെ ഭാഗമായി പുതിയൊരു ഉൽപ്പന്നവുമായി ഒരു സംരംഭവുമായി എത്തുകയാണ്. ഓൺലൈനിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കച്ചവടമൊക്കെ മുന്നിലേക്ക് പോകുന്നത്. എല്ലാവരും ബ്രാൻഡ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. എന്തായാലും സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ തുടങ്ങണം എന്നാണ് നസ്ലയുടെ ആഗ്രഹം. സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനാകട്ടെ നസ്ല. ആശംസകളും. ശരി മോളെ.